കേന്ദ്ര സഹായം തേടി ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ചർച്ചയിൽ പങ്കെടുത്തേക്കും. വയനാട് പാക്കേജ്, ആശാവർക്കർമാരുടെ വേതനം അടക്കമുള്ള വിഷയങ്ങളിലാണ് ചർച്ച. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. നോബൽ മാരിക്കാലൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നോക്കിക്കാണുന്നത്. ഏറെ പ്രത്യേകതകളുള്ളത്. ഗവർണർ കൂടി കേരളത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. നേരത്തെയുള്ള ഗവർണർ അങ്ങനെയൊന്നും കേരളത്തിന് വേണ്ടി നിന്ന ഒരു ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായി നമുക്ക് കണക്കാക്കാം. എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കും നിർമ്മല സീതാരാമനുമായുള്ള ചർച്ചയിൽ ഉണ്ടാവുക? മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ച എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നമുക്ക്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ചയാണ് ഇന്ന് ദില്ലി കൊച്ചിൻ ഹൗസിൽ നടക്കാൻ പോകുന്നത്. ഈ കൊച്ചിൻ ഹൗസിലാണ് രാവിലെ 9 മണിയോടെ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി എത്തുന്നത്. മുഖ്യമന്ത്രിയുമായി 9 മണിക്ക് കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം, അതിനുശേഷം ചർച്ച എന്താണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ ചർച്ച എന്ന് എടുത്തു പറയണം. കാരണം സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ ഓണററിയം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തുകയും കേന്ദ്രം നൽകി എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് സംസ്ഥാനമാകട്ടെ അത്തരത്തിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കേന്ദ്ര സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് പറയുന്നു. അത്തരം നിരവധി വിഷയങ്ങൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ വിവാദങ്ങളായി തുടരുന്നൊരു സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്താണെങ്കിലും ഈ കൊച്ചിൻ ഹൗസ് സാക്ഷിയാകാൻ പോകുന്നത്, വേദിയാകാൻ പോകുന്നത്. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചു പോകും കൂടിക്കാഴ്ചയിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൊച്ചിൻ ഹൗസിൻ്റെ ഇവിടെ ഉണ്ട്. അദ്ദേഹവും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് രാവിലെ ചില യാത്രകളുണ്ട്, പക്ഷേങ്കിൽ പോലും പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പങ്കെടുക്കും എന്നാണ് വ്യക്തമാക്കിയത്. അതോടൊപ്പം നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകും എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രിമാർക്കും കേരള എംപിമാർക്കും ഇവിടെ കേരള ഹൗസിൽ വെച്ച് നടത്തിയ അത്താഴ വിരുന്നിൽ ഗവർണർ ഉറപ്പ് നൽകുകയും ചെയ്ത് അതിന് അടുത്ത ദിവസം തന്നെ മീറ്റിംഗ് ചേരുന്നു. തീർച്ചയായും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇന്നിപ്പോൾ ഉള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വയനാടിൻ്റെ പുനരധിവാസമുണ്ട്, അതോടൊപ്പം തന്നെ ഈ കടമെടുപ്പ് പരിധിയുണ്ട്, അതോടൊപ്പം നിരവധി സാമ്പത്തികമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാരം കാണാൻ നിർമ്മല സീതാരാമനുമായുള്ള ഈ കൂടിക്കാഴ്ച കൊണ്ട് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. KV തോമസും ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമാകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം നിർമ്മല സീതാരാമൻ ഒരു പ്യുവർ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തനതായ അപ്പം, അതോടൊപ്പം പുട്ട് ഉൾപ്പെടെയുള്ള വിഭവങ്ങളെ കൊണ്ടാണ് ഇന്ന് ധനമന്ത്രി ഇവിടെ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും വളരെ സൗഹാർദ്ദപരമായ ചർച്ചയിലൂടെ കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇന്ന് മുഖ്യമന്ത്രി കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരം വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ ധനമന്ത്രിയുമായി പല ഘട്ടങ്ങളിലും KN ബാലഗോപാല കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അടുത്തൊന്നും മുഖ്യമന്ത്രി ഇത്തരത്തിൽ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചരിത്രമില്ല. സ്വാഭാവികമായും വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഉണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം KV തോമസ് ധനമന്ത്രാലയത്തിലെത്തി കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിവരിച്ചു വരികയും ചെയ്താൽ അന്ന് കണക്കുകളടക്കമുള്ള കാര്യങ്ങൾ കൈമാറണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയാണെങ്കിൽ JP നദ്ദ രാജ്യസഭയിൽ വ്യക്തമാക്കിയത് ഈ ആശാവർക്കർമാരുടെ വേതനമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓണറി, NHMൻ്റെ ഓണറി അടക്കമുള്ള വിഷയങ്ങൾ, ഇൻസെൻറ്റീവ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണ് വിനിയോഗിച്ചതെന്ന കണക്ക് ഇതുവരെ കേരളം കൈമാറിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതാണെങ്കിലും ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ കേന്ദ്രവും അതോടൊപ്പം തന്നെ സംസ്ഥാനവും തമ്മിലുള്ള വലിയ തരത്തിലുള്ള അകൽച്ചയ്ക്ക് ഒരു പരിസമാപ്തിയാകും. അത് വലിയ തരത്തിൽ തന്നെ മുന്നോട്ടുള്ള പോക്കിന് ഏറെ ഗുണകരമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും. സഹകരണ ഫെഡറലിസത്തിന്റെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഒഫീഷ്യലായ ചർച്ചകൾക്ക് പകരം ഇൻഫോർമലായി ഇത്തരം ചർച്ചകളൊക്കെ നമുക്ക് ഗുണകരമാകും. അങ്ങനെ ഗുണകരമാകേണ്ടതുണ്ട്. ശത്രുക്കളല്ലല്ലോ കേന്ദ്രവും കേരളവും.